അങ്ങനെ നമ്മുടെ അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടനെ അറിയാമായിരുന്നില്ല എന്നെ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവരണമെന്നൊക്കെ അറിയാമായിരുന്നില്ലേ, മനുവേട്ടൻ സത്യം പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മനു പറയണത് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ അങ്കിളിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പറഞ്ഞത് എനിക്ക് വല്ലാതെ പേടിയാവണം മനുവേട്ടൻ, ഞാൻ ഇവിടെ എങ്ങനെ പെരുമാറണം, ഞാൻ എന്ത് ചെയ്യണം, എനിക്കിവിടെ എത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടും, എനിക്ക് എന്തൊക്കെ ഞാൻ ഇവിടെ ചെയ്യാൻ പാടുന്നൊക്കെ എനിക്ക് പേടിയാവണം, അയാൾക്കാണെങ്കിൽ വലിയ പട്ടാള ചിറ്റയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മനു പറയുന്നുണ്ട്, നീ പേടിക്കാതിരിക്കുക, ഞാൻ ഉണ്ട് നിൻ്റെ കൂടെ, ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നീ ഒരു വിഷമിക്കേണ്ട, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എത്തിക്കഴിഞ്ഞാൽ ഇനി അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നത് എല്ലാം ടെററാണ്, ഇനി ഇവിടെ അങ്കിൾ വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവും, കാരണം ആൻറ്റി അതിന് കാത്തിരിക്കുകയാണ്, എല്ലാറ്റിനും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായാലും അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മനു പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം, അപ്പോൾ ഈ സമാധാനത്തിൽ കടന്നുറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഉറക്കം വരുമൊന്നുമില്ല മനുവേട്ട, പക്ഷേ കിടക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും രണ്ടാൾ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ അലീന അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ആരും നീട്ടിട്ടില്ല, ഒന്നുമില്ല, അവൾക്ക് ആകെ പേടിയാവുണ്ട്, എന്താ ആരും കിച്ചണിൽ ഒരു മനുഷ്യനെയും കാണാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ പൗലോസും മാൻ്റപ്പനും പുറം പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന ഓരോന്ന് ചെയ്യാൻ കൂടുന്ന സമയത്ത് നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, മേം സാബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീന ഉള്ളിൽ പോയിട്ട് നമ്മളെ രോഹിത്തിനെയും ബബിതേനെയും കൃഷ്ണമോളെയും വിളിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഓടി വരുന്നതൊക്കെ കാണുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് അവളുടെ ഫോൺ കോൾ കാണുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കേണ്ടത് അവിടെ ആരൊക്കെ ഉണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ ഇവിടെ ആരുമില്ല മോളെ, വെറും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചിക്ക് പേടിയാവണില്ലേ വെറും ഈ ആണുങ്ങളുടെ ഒപ്പം കഴിയാന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, അച്ഛനെ പറഞ്ഞാൽ മതിയല്ല, അച്ഛനല്ലേ ഇപ്പോൾ അവിടെ അലീന ചേച്ചിയെ കൊണ്ടാക്കി, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പറയുന്നത് കുഴപ്പമില്ല മോളെ, ഇവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യേണ്ട സംസാരിച്ചിട്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ എത്തുമ്പോൾ നമ്മുടെ വൈജയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കേണ്ടുള്ള പൈസ മുഴുവൻ അലീനയ്ക്ക് കളഞ്ഞതിന് വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടി റെഡിയാക്കേണ്ടത് നമ്മുടെ ബാലചന്ദ്രൻ ഒന്നും മുണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.